ഹായ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക്. എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ട് ഇരിക്കണമെന്ന് വിശ്വസിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സമ്മർ സ്പെഷ്യൽ മേക്കപ്പ് ട്യൂട്ടോറിയലാണ്. കുറച്ചും ടിപ്സും ട്രിക്സും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ട്യൂട്ടോറിയലാണ് കേട്ടോ. സോ ബേസിക്കലി നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ബേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 പ്രോഡക്റ്റ് മിക്സ് ചെയ്യാൻ പോവാണ്. ഇബാ കോസ്മെറ്റിക്സിൻ്റെ പ്യുവർ സ്കിൻ ലിക്വിഡ് ഫൗണ്ടേഷനും വാവ് സ്കിൻ സയൻസിൻ്റെ സൺസ്ക്രീൻ സ്പ്രേയും ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. മിക്സ് ചെയ്ത ശേഷം നമ്മൾ നോർമലായിട്ട് ഒരു ക്രീം അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസർ നമ്മുടെ കയ്യിലൊക്കെ ആക്കിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമല്ലോ, അതേപോലെ തന്നെ ഈ 2 പ്രോഡക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഗ്ലാസ് സ്കിൻ ഫീൽ കിട്ടുകയും ചെയ്യും. നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ഒരുപാട്, അതായത് നമുക്കറിയാം സമ്മർ സീസൺ ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒലിച്ച് താഴാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒലിച്ച് താഴത്തുമില്ല. എന്നാൽ നമുക്ക് ആ ഒരു ക്ലീൻ ക്യാൻവാസ് അല്ലെങ്കിൽ ആ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ഫിനിഷ് കിട്ടുകയും ചെയ്യും. മോസ്റ്റ് പ്രോബബ്ലി നമുക്കൊരു ഗ്ലാസ് സ്കിന്നൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ലുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മാത്രം ചെയ്താൽ മതി കേട്ടോ. നല്ലൊരു ഗ്ലോയിങ് ഒക്കെ ആയിരിക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ല കവറേജ് ഉണ്ട്, എന്നാൽ അത്യാവശ്യം നല്ല ഗ്ലോയും ആയിരിക്കും. സോ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മൈഗ്ലാമിൻ്റെ ടിൻറ്റ് ടപ്പ് ലിപ്പ് ആൻഡ് ചീക്ക് സ്റ്റെയിൻ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഒരു റെഡ് കളറാണ് കേട്ടോ. സോ ബേസിക്കലി നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന ഒരു ക്ലീൻ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് സ്കിൻ ആ ഒരു രീതിയിലുള്ള ഒരു ലുക്കിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൗഡർ ബ്ലഷ് അപ്ലൈ ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. നമുക്ക് ആ ഒരു ക്ലീൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു നോർമൽ മേക്കപ്പ് അപ്ലൈ ചെയ്യാത്ത പോലത്തെ ഒരു ലുക്ക് തരണമെങ്കിൽ എന്തായാലും ഇതുപോലെയുള്ള, അതായത് ലിക്വിഡ് കൺസിസ്റ്റൻസി ഉള്ള പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. നമ്മൾ പൗഡർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് നമുക്ക് എന്താ പറയുക, നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത പോലെ അല്ലെങ്കിൽ ആ ഒരു ഗ്ലോ ഒന്നും നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ സപ്പോസ് ലിപ്പ് ആൻഡ് ചീക്ക് സ്റ്റെയിൻ ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യുക, ഇല്ലെങ്കിൽ ഒരു നോർമൽ ലിപ്സ്റ്റിക്, ഒരു ഗ്ലോസി ആയിട്ടുള്ള ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്താലും മതി കേട്ടോ. ശേഷം നമ്മൾ കാജലാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. മൈഗ്ലാമിൻ്റെ തന്നെ ജെറ്റ് സെറ്റ് ഐസ് എന്ന് പറഞ്ഞിട്ടുള്ള കാജൽ ഐലൈനറാണ് കേട്ടോ. സോ ഇതൊരു സൂപ്പർ ഡൂപ്പർ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അതായത് നമുക്ക് ഒരുപാടൊന്നും സ്മഡ്ജ് ആവത്തില്ല. മാത്രമല്ല എനിക്ക് അപ്ലൈ ചെയ്തപ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു സ്മൂത്ത് ആ ഒരു കൺസിസ്റ്റൻസി ഫീൽ കിട്ടി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് പ്ലമ്മിന് ശേഷം ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റാണ് മൈഗ്ലാമിൻ്റെ ഈ ഒരു കാജൽ. സോ അതിനുശേഷം മൈഗ്ലാമിൻ്റെ തന്നെ ഒരു മസ്കാരയാണ് അപ്ലൈ ചെയ്യുന്നത്. മൈഗ്ലാം ട്വിസ്റ്റഡ് വോളിയമൈസ് ആൻഡ് കേളിംഗ് മസ്കാരയാണിത്. സോ ഇത് നല്ലൊരു നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു 2-3 സ്ട്രോക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഫിനിഷ് അല്ലെങ്കിൽ ആ ഒരു പെർഫെക്റ്റ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരുപാട് വോളിയം തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മസ്കാരയാണ്. സോ ഡു ട്രൈ ഇറ്റ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട 2 പ്രോഡക്റ്റാണ് ഇത് രണ്ടും. നമ്മുടെ ഫൈനൽ സ്റ്റെപ്പിൽ വരികയാണെങ്കിൽ ഒബ്വിയസ്ലി നമ്മളൊരു ലിപ് ഷെയ്ഡ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. സോ ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന സ്വിസ് ബ്യൂട്ടിയുടെ ലിപ് സ്റ്റെയിൻ മാറ്റ് ആ ഒരു റേഞ്ചിൽ ഹോട്ട് ന്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാട്ടോ. അതായത് 222 ഹോട്ട് ന്യൂഡ് എന്നാണ് ഷെയ്ഡിൻ്റെ പേര് വരുന്നത്. സോ ഇത് അപ്ലൈ ചെയ്യുക. ഒരു നോർമൽ ഇന്ത്യൻ സ്കിൻ ടോണ് നല്ല രീതിയിൽ ചേർന്ന് പോകുന്നൊരു ഷെയ്ഡാണ്. സോ അപ്ലൈ ചെയ്യുക, നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്യുക, ഒരു നോർമൽ നാച്ചുറൽ ലുക്ക് കിട്ടാൻ വേണ്ടി. സോ ഇന്നത്തെ വീഡിയോ ഇത്രയും ഉണ്ടാവുള്ളൂ. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.